എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ റയൽ മാഡ്രിഡ് ഒരു സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ആ ഒരു ഡീൻ ഉയിസ് എന്ന് പറയുന്ന ആ ഒരു ബോൺമൗത്ത് താരത്തിനെ റയൽ മാഡ്രിഡ് ഓൾറെഡി ഈ ഒരു മെയ് മാസത്തിൽ തന്നെ റയൽ മാഡ്രിഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു സെൻട്രൽ ബാക്ക് സൈനിങ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇതോടുകൂടി ഈ ഒരു നെക്സ്റ്റ് സീസണിലേക്കുള്ള രണ്ടാമത്തെ പ്ലെയർ എന്ന് ഇതിലാവും വരിക. അലക്സാണ്ടർ അർണോൾഡിന് ഓൾറെഡി റയൽ മാഡ്രിഡ് ഹെർവിഗോ അയക്കണം. അതുപോലെ തന്നെ ഹുയിസനാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ഇട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈനിങ്ങിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ബെല്ലിംഗാമിന് ശേഷം ഒരു ഫീസ് ഈ ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തിട്ട് ഒരു സൈനിങ് നടത്താൻ എനിക്ക് ഈ ഒരു ഹുയിസണാവും ആ ഒരു പ്ലെയർ എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അത്രയും ഇതിൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് ക്യാഷ് ഇറക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം ഈ ഒരു അടുത്തൊക്കെ സൈനിങ്സ് റയൽ മാഡ്രിഡ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ഫ്രീ സൈനിങ്സ് ആവും. ആ ഒരു പ്ലെയറിനുള്ള സാലറി വെയ്റ്റ്സ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് കണ്ട് അല്ലാതെ ക്ലബിന് ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടുള്ള പരിപാടിക്കൊന്നും റയൽ നിൽക്കില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വളരെ പരിതാപകരമായി എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശമാണ്. ഇതൊരു സാബിന്റെ നിർദ്ദേശം പറയുന്നുണ്ട്. നമുക്കറിയാം റയലിന്റെ നെക്സ്റ്റ് മാനേജർ പറയുന്നത് സാബി അലോൺസോ ആണ്. ആ ഒരു സാബി അലോൺസോ ഒന്നും കൂടി പുഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈനിങ്ങിന് മേജർ ഒരു കാരണമായിട്ടുള്ളതും സാബി അലോൺസോ ആണ്. കാരണം നെക്സ്റ്റ് മന്ത് ഒരു വലിയ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. നമുക്കറിയാം ക്ലബ് വേൾഡ് കപ്പ്, ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് നെക്സ്റ്റ് മന്തിലാണ്. ആ ഒരു റയൽ മാഡ്രിഡിനോട് സാബി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ ഒരു സ്ക്വാഡും വെച്ച് നമ്മൾ ക്ലബ് വേൾഡ് കപ്പിന് പോയിട്ട് ഒരു കാര്യമല്ല. ഒരു സെൻട്രൽ ബാക്കിന് എന്തായാലും സൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സൈനിങ്ങും പാടെ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിന് മുന്നേ റയൽ മാഡ്രിഡ് നടത്തുന്നതാണ്. അത് വേറെ ആരുമല്ല, ആൽവാരോ കാരേലസ് പറയുന്ന ആ ഒരു ബെൻഫിക്കന്റെ ലെഫ്റ്റ് ബാക്കിനെയാണ്. നമുക്കറിയാം ഈ ഒരു ലെഫ്റ്റ് ബാക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളം രണ്ട് ലെഫ്റ്റ് ബാക്സ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ആ ഒരു ഡിഫെൻസീവ്ലി രണ്ടാളും വെച്ച് നോക്കുമ്പോൾ അത്ര ഇതല്ല. ഫ്രാങ്കാസി ഒന്നുകൂടി ബെറ്റർ ആണ്. പക്ഷെ അത് അറ്റാക്കിലി മികച്ചൊരു പ്ലെയർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഡിഫെൻസീവ്ലി അവിടെയും ഫ്ലോപ്പാണ്. പക്ഷെ ഇങ്ങനെ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണോട് കൂടി റയൽ മാഡ്രിഡ് ഏകദേശം ബാക്ക് ഫുള്ള് മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റൈറ്റ് ബാക്കിൽ ഈ ഒരു കർവഹാലാണ്. ഈ സീസണിൽ കർവഹാല അധികം മത്സരം കളിച്ചിട്ടില്ല. പക്ഷെ കുറേ കാലങ്ങളായിട്ട് ആ ഒരു റയൽ മാഡ്രിഡിന്റെ റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു കർവഹാലാണ്. കർവഹാലിനെ മേ ബി എനിക്ക് തോന്നുന്നു അലക്സാണ്ടർ ആർണോൾഡ് റീപ്ലേസ് ചെയ്യും. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് ഹുയിസണാണ് ഈ ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ റയൽ മാഡ്രിഡിന് CB ഓപ്ഷൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എഡർ മിലിറ്റാവോ പരിക്കിലാണ്. പിന്നെ റൗൾ അസെൻസിയോ ഒരു അക്കാഡമി പ്രൊഡക്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂഡിഗർ ഉണ്ട്, അലബ ഉണ്ട്, ഇത്രയും ഇതുണ്ട്. എന്തായാലും അസെൻസിയോ ഹുയിസൺ എന്നുള്ളൊരു കോംബോ ആയിരിക്കും, അല്ലെങ്കിൽ റൂഡിഗർ ഹുയിസൺ, അല്ലെങ്കിൽ അസെൻസിയോ റൂഡിഗർ, ഇങ്ങനത്തെ ഒരു കോംബോ ആയിരിക്കും സാബി ഏതെങ്കിലും മത്സരത്തിലേക്ക് ചൂസ് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് ഈ ഒരു അൽവാരോ കരേരസ് പറയുന്ന ആ ഒരു പ്ലെയറും കൂടി വന്നാൽ റയൽ ഒന്നും കൂടി ബെറ്റർ ആകും. പക്ഷേ ഇപ്പോൾ വരുന്ന കുറച്ച് റൂമേഴ്സ് ആണ്, ഇത് സ്ഥിരീകരിക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ ആ ഒരു റൂമർ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ഈ ഒരു ലെഫ്റ്റ് ബാക്കിന്റെ കാര്യം പറയുമ്പോൾ ലെഫ്റ്റ് ബാക്കിന്റെ ഇതിലേക്ക് വരുന്ന മറ്റൊരു പല ഫാൻസ് കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയർ ആവും തിയോ ഹെർണാണ്ടസിനെ ചുറ്റിങ്ങാണ്ട് ഒരു റൂമർ വരക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു റൂമർ മാത്രമാണ്, സ്ഥിരീകരിക്കാനൊന്നും പറ്റൂല. ഈ ഒരു എർണാണ്ടസ് അയാൾ തന്നെ റയലിനെ ഓഫർ ചെയ്തു, അയാൾ തന്നെ റയലിനെ ഓഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ അത് ഫേക്ക് ആകാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ മാഡ്രിഡ് സോൺ എന്ന് പറയുന്ന ഒരു ഇതാണ് ഒരു അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണ്. പക്ഷെ അത്ര ഇതിൽ എടുക്കണ്ട, ആ ഒരു ഇതിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു സാബി കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ആൽവാരോ ഗസേറസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെയാണ്. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡ് ആ ഒരു പ്ലെയറിനെ കൊണ്ടുവരുള്ളൂ. ഡീൻ ഹുയിസന്റെ ഒരു കളിശൈലി എങ്ങനെയാണെന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അസൻസിയോയും ഹുയിസണും തമ്മിലുള്ള ഒരു കോമ്പിനേഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവും. അതുപോലെ തന്നെ കോർണറൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഹെഡിൽ ഗോൾ അടിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറൊക്കെ തന്നെയാണ് ഹുയിസൺ. അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി നല്ല രീതിയിലുള്ള സ്ലൈഡ് ടാക്കിൾസും, അതുപോലെ തന്നെ ആ ഒരു ബിൽഡ് നമ്മളെ ഇപ്പോഴത്തെ റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിന് ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ലി അവിടെ നിൽക്കാനൊരു ഇതാണ്. നമുക്കറിയാം ഒരു അറ്റാക്ക് വരുമ്പോൾ റയലിന്റെ ഡിഫൻസ് പിളരുന്ന ഒരു കാഴ്ച, അത് മറികടക്കാൻ ഹുയിസണ് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കളിശൈലിയാണ് വരുന്നത്. ഈ ഒരു ഹുയിസന്റെ മറ്റൊരു പ്രത്യേകത, ഇയാളും ഒരു സെർജിയോ റാമോസ് ഫാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ റാമോസിന്റെ ഫാൻസുകൾ ആകെ ഈ ഒരു റയൽ മാഡ്രിഡ് ഡിഫൻസിൽ കുന്നുകൂടുകയാണ്. നമുക്കറിയാം റൗൾ അസെൻസിയോയും ഇപ്പോൾ ഹുയിസണും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റയൽ മാഡ്രിഡ് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു അറ്റാക്കിങ്ങിലത്തെ സൈനിങ്, അതിനുശേഷം മിഡിലേക്ക് ആളുകളെ വരുത്തി ബെല്ലിംഗാമിന്റെ സൈനിങ് ഒക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ
സെൻട്രൽ ബാക്ക് ഈ ഒരു പറ്റ നെരുങ്ങിയപ്പോഴാണ് അത് എടുത്തെങ്കിൽ പോലും സെൻട്രൽ ബാക്കും ഈ ഒരു ഡിഫൻസിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ തുടങ്ങി. ഇതൊക്കെയാണ് റയലിന്റെ ഇതിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഇനി നെക്സ്റ്റ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ എന്തായാലും ഹുയിസർ എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ പന്തിട്ടും. പക്ഷെ അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം അർണോൾഡ് ഒരു ഫ്രീ ഏജന്റ് ആയിക്കാണ്ടാണ് നമ്മളെ ടീമിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അർണോൾഡും ലിവർപൂളും തമ്മിലെ കരാർ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ജൂൺ 30-നാവും. അപ്പോൾ ഇതിനൊക്കെ ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങിയ ഒരു പകുതി വരെ ആകും. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് ലിവർപൂളിന് നേരത്തെ ആ ഒരു ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടിയാണ്ട് അർണോൾഡിനെ കൊണ്ടുവന്നുള്ളതാണ്. പക്ഷെ അത് ലിവർപൂളും കൂടി അംഗീകരിച്ചാലേ ആ ഒരു സംഭവം നടക്കുള്ളൂ. അത് എത്രത്തോളം ആവും എന്നറിയില്ല. പക്ഷെ ഈ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും വെറുതെ കൊടുക്കുന്നതിനെക്കാട്ടും മെച്ചം 10 റുപ്യ കിട്ടുകയാണെങ്കിൽ 10 റുപ്യ തന്നെയാണ് മെച്ചം. അതാണ് അതിൽ എനിക്ക് പറയാനുള്ള സംഭവം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കാം. ഓക്കെ.